അതിന് ശേഷം ഉണ്ടല്ലോ പതുക്കെ ഇങ്ങനെ പുള്ളിയുടെ ചൂട് ശ്വാസം എൻ്റെ അടുത്തൊക്കെ വരുന്നതിന് പകരം ഷോൾഡറിൽ പുള്ളിയുടെ ചിന്നുണ്ടല്ലോ താടി ഇങ്ങനെ തട്ടുന്ന പോലത്തെ ഒരു ഫീല്. ഹേയ്, ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള കഥയാണ്. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ ഒരു 1 ഇയർ ബാക്കുള്ളത്. പക്ഷേ എൻ്റെ ലൈഫിൽ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റോറിയും കൂടിയാണ്. ഇപ്പം എന്തായാലും പാസ്റ്റാണ്. ബട്ട് ആ പാസ്റ്റ് എനിക്ക് ആലോചിക്കാനും ആലോചിച്ച് പലതും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണോ? ഞാൻ ഇതുപോലെ കഥകൾ പറഞ്ഞായിരുന്നോ? കഥകൾ മാത്രമല്ല, ഞാൻ പലതും പറയും, പലതും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ വോയിസ് കോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വീഡിയോയോ ഫോട്ടോസോ ഒന്നും പ്രതീക്ഷിച്ച് എൻ്റെ അടുത്തൊക്കെ വരാൻ നിൽക്കല്ലേ. വോയിസിലൂടെ എനിക്ക് നല്ല രീതിക്ക് സുഖിപ്പിച്ച് തരാൻ അറിയാം. പെയ്ഡാണേ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലേ ഞാൻ തന്നിരിക്കുന്ന ടെലിഗ്രാം ID ഞങ്ങൾ മെസ്സേജ് അയച്ചോ. ഓക്കെ. എന്താ വെച്ചാൽ ഞാൻ 1 വർഷം മുന്നേ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു. ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ തെറ്റിച്ചേ പറയുള്ളൂ. എൻ്റെ പേര് മീര എന്നാണ്. ഞാനേ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് അവിടെ പുതിയൊരു മാനേജർ വന്നു. പുള്ളിയാണെങ്കിൽ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണ്, നല്ല മസിൽഡ് ബോഡിയാണ്. എനിക്കാണെങ്കിൽ പണ്ട് തൊട്ട് ഭയങ്കര ഈ മസിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണും ഭയങ്കര ഒരു അട്രാക്ഷനും ഫീലൊക്കെ വരും. അപ്പം ഇയാളാണെങ്കിൽ, ഞാൻ ബാക്കിയുള്ളവരൊക്കെ കമ്പനിയാണ്, പക്ഷേ ഇയാളോട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോവില്ല. കാരണം എന്താ അറിയത്തില്ല, അയാൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അയാളോട് ഇങ്ങനെ സംസാരിക്കും എനിക്ക് നെഞ്ചത്ത് എന്തോ ഒരു ഭാരം പോലെ, അല്ലെങ്കിൽ ഈ ഹാർട്ട് ബീറ്റൊക്കെ നല്ലോണം കൂടൂലേ, ടെൻഷൻ അടിച്ചിട്ട് അതുപോലെ ആവും. പക്ഷേ ഇതൊക്കെ ബാക്കിയുള്ളവർ നോട്ടീസ് ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കും, നീ എന്താ പുള്ളിക്കാരനോട് കൂടുതൽ ഇതാക്കാത്ത. പുള്ളിക്കാരൻ്റെ പേര് ആദിത്യ എന്നാണേ. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, എനിക്കൊരു ഫയൽ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം പുള്ളിയുടെ അടുത്ത് പോകുന്ന ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. പക്ഷെ അന്ന് എനിക്ക് എന്തായാലും പോകേണ്ടി വന്നു. അങ്ങനെ ഈ ഫയൽ കൊടുത്തിട്ടേ അവിടെ പുള്ളിക്കാരൻ്റെ സൈന് വേണമായിരുന്നു. പുള്ളിക്കാരൻ വായിച്ച് നോക്കിയിട്ട് ഭയങ്കര കുറച്ചൊരു സ്ട്രിക്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളാണ്. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ പിടികൊടുക്കാനോ എല്ലാവരോടും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനോ ഒന്നും നിൽക്കില്ല. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ, മീൻസ് പുള്ളിക്കാരൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ അറിയില്ല, ഫയലിൻ്റെ ഒന്നിച്ച് എൻ്റെ കയ്യിൻ്റെ കൂടെ ഇങ്ങനെ തടവി, ലൈക്ക് വലിക്കുകയല്ല ചെയ്തത്, ഇപ്പം ഫയൽ പിടിച്ച് വലിക്കുകയല്ല ചെയ്തേ, എൻ്റെ കയ്യിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തടവിയിട്ട് പതുക്കെ തടവിയിട്ടാണ് എടുത്തത്. അപ്പം എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടിയിരിക്കുക. കാരണം പുള്ളിക്കാരൻ കാണാനും അത്രയും അടിപൊളിയാണ്. എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ 1 ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ഗൈസ്. എന്നിട്ടേ എൻ്റെ പുള്ളി ഇങ്ങനെ വായിക്കുന്നുണ്ട്, പക്ഷേ അതിനിടയ്ക്ക് എന്നെയും നോക്കുന്നുണ്ട്. ഞാൻ അന്ന് സാരി ആയിരുന്നു ഉടുത്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക് സാരി ഉടുത്തിട്ടുണ്ടാകുന്ന വെച്ചാൽ നമുക്കവിടെ കോഡ് ഉണ്ടാവും. ചില ദിവസത്തിൽ നമുക്കൊരു കോഡ് ഡ്രസ്സ് ഉണ്ടാവും. അപ്പം അന്ന് എന്തോ ഇത് വേറെ തന്നെ എനിക്ക് ഓർമ്മയില്ല. അത് കാരണം 1 വർഷമെങ്ങാനും ആയി. അപ്പം അങ്ങനെയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പിന്നെ ഞാൻ മറച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, ഇവിടുന്ന് അരക്കെട്ടുന്നൊന്നും മറച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ ഇടയ്ക്കിട്ട് നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറച്ചും കൂടി നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി മാറ്റിക്കൊടുത്തു. ബട്ട് എന്താ അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തോ എന്നോടൊരു ഒരുമാതിരി ദേഷ്യമുള്ള പോലെ നോക്കാൻ തുടങ്ങി ആ സമയത്ത്. ഓൾറെഡി ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. അതിൻ്റെയൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുത്തോളം നോക്കിയപ്പോൾ ഞങ്ങൾ ഉരുക്കിപ്പോയി. എന്നിട്ട് പറയും ഇതിൽ മൊത്തം മിസ്റ്റേക്കാണല്ലോ എന്ന്. ഞാൻ അത്രയും ക്ലിയർ ആയിട്ട് ചെയ്തൊരു കാര്യത്തെ മൊത്തം മിസ്റ്റേക്കാണ്, ഇത് പ്രശ്നമാണ്, വീണ്ടും ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിന്നെ വർക്കിന്ന് പുറത്താക്കുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. കാരണം എനിക്ക് ലോൺ അടയ്ക്കേണ്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര ഇതായിട്ട് ഡൗണായി നിൽക്കുന്ന സമയത്താണ് ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്. എന്നിട്ട് ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ കരയാനായി, എനിക്ക് കണ്ണീന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങിയേ. അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, നീ എന്തിനാ കരയാന്നൊക്കെ വെക്കുന്നത്, നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഇപ്പോഴും സ്റ്റിൽ ഐ റിമെമ്പർ ദോസ് വേർഡ്സ്, നീ മനസ്സ് വെച്ചാൽ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ, എത്ര പൈസ വേണമെങ്കിലും സമ്പാദിക്കാമല്ലോ, പിന്നെ നീ എന്തിനാ കരിഞ്ഞ് മെഴുക്കിയൊക്കെ നിൽക്കുന്നതെന്നൊക്കെ. അപ്പം എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം ആ സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടില്ല നിൽക്കുന്നത്. പക്ഷേ പുള്ളിക്കാരൻ പിന്നീട് എന്നോട് ചെയ്ത കണ്ടപ്പോഴത്തേനും എനിക്ക് കാര്യം മനസ്സിലായി എന്താ ഉദ്ദേശിച്ച് പറഞ്ഞതെന്ന്. അപ്പം അവിടുന്ന് ഞാനങ്ങനെ കരഞ്ഞുകൊണ്ട് പോയിട്ട് പിന്നെ എനിക്ക് ഒട്ടും മൂടില്ലാന്ന് വെച്ചാൽ തീരെ എനിക്കൊരു ഫീലേ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു.
പിന്നെ എന്താ വെച്ചാൽ എനിക്കതപ്പോൾ പിന്നെ എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇന്ന് തന്നെ ആ ഫയൽ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. ദാറ്റ് മീൻസ് അതിലിങ്ങനെ തെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തം കറക്റ്റ് ചെയ്ത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് എവിടെയാ തെറ്റ്, എന്താ തെറ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മറ്റുള്ളവർ ചോദിക്കാനുള്ള മൈൻഡും ഇല്ല. കാരണം മൊത്തം അത്രയും ഇമോഷണലി ഡൗണായി നിൽക്കുവാനാണ് ഈ വഴക്കും കൂടി കേട്ടപ്പം. അപ്പം എനിക്ക് പിന്നെ ഇത് ചെയ്യാതെ പോകാനും പറ്റില്ല. കാരണം വർക്ക് എനിക്ക് മസ്റ്റാണ്. എനിക്ക് പൈസ മസ്റ്റാണ്. വർക്കിനെക്കാട്ടും മെയിനായിട്ട് എനിക്ക് പൈസ മസ്റ്റാണ്. അങ്ങനെ ഇതായിരിക്കും അവരൊക്കെ എൻ്റെ കൊളീഗ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് പോലും പുള്ളിക്കാരൻ ഞാനും മാത്രം അവിടെ. എന്നിട്ട് എല്ലാവരും പോയതിന് ശേഷമാണ് പുള്ളിക്കാരൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, നീ എന്തിനാ കരഞ്ഞത്, ഞാൻ നിന്നെ നല്ല രീതിക്കല്ലേ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയുള്ളൂ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു നീ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും എന്നൊക്കെ. പക്ഷെ പുള്ളി പിന്നെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, എൻ്റെ ഡെസ്കിൽ കൈവച്ചിട്ട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് അത്രയും അത് എൻ്റെ കഴുത്തിൻ്റെ അവിടെ പുള്ളിക്കാരൻ്റെ ശ്വാസം ഇങ്ങനെ മുട്ടുന്നുണ്ട്. എൻ്റെ പൊന്നു, എനിക്കാണെങ്കിൽ ഇങ്ങനെ പടയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ. സത്യം പറ പേടിയല്ല, ശരിക്കും എന്ന് വെച്ചാൽ എനിക്ക് അവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഫീൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാലൊക്കെ ഇങ്ങനെ ഇട്ട് വിറയ്ക്കുന്ന ഒരവസ്ഥ, തുടയൊക്കെ ഇങ്ങനെ എന്തോ പോലത്തൊരവസ്ഥ. ഓഫ്, ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല, അത് അനുഭവിച്ചിട്ടേ മനസ്സിലാക്കണം. ദാറ്റ്സ് എ ട്രൂത്ത്. എന്നിട്ട് പുള്ളിക്കാരൻ പിന്നീട് ഭയങ്കര സോഫ്റ്റായി. എല്ലാവരും പോയപ്പോഴത്തേനും ഉണ്ടല്ലോ അതങ്ങനെ ചെയ്യടി ഇങ്ങനെ ചെയ്യണം. പിന്നീട് എടിയെന്ന് വിളിക്കാൻ തുടങ്ങി. അവരൊക്കെ ഇരിക്കുമ്പോൾ താന്ന് വിളിച്ചുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ എടി അതങ്ങനെ ചെയ്യടി. എൻ്റെ എന്തെങ്കിലും എറർ വരുമ്പോഴേ നിന്നോടെല്ലാം അങ്ങനെ ചെയ്യേണ്ട പറയാം, നിനക്ക് എന്താ ഇനി വേറെ എന്തെങ്കിലും നുള്ളോ പിച്ചോ എന്തെങ്കിലും വേണോ നിനക്ക് ശരിയാക്കാനായിട്ട്, ചെറിയ കുട്ടിയാണോ നീന്നൊക്കെ. അതിന് ശേഷം ഉണ്ടല്ലോ പതുക്കെ ഇങ്ങനെ പുള്ളിയുടെ ചൂട് ശ്വാസം എൻ്റെ അടുത്തൊക്കെ വരുന്നതിന് പകരം ഷോൾഡറിൽ പുള്ളിയുടെ ചിന്നുണ്ടല്ലോ താടി ഇങ്ങനെ തട്ടുന്ന പോലത്തെ ഒരു ഫീല്. ഞാൻ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എനിക്ക് എന്താ ഫീൽ, എനിക്ക് ശരിക്കും പേടിയല്ലായിരുന്നു. കാരണം എനിക്ക് അത് മനസ്സിലാവും. നമുക്ക് ഒരാൾ നമ്മൾ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൺകുട്ടി നമ്മുടെ അടുത്തേക്ക് വരെ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ കാലിൽ നിന്നൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ ഫീൽ ആവുന്നുണ്ട്. ശരിക്കും കാര്യമായിട്ടുണ്ടല്ലോ ഇങ്ങനെ അടിവായറ്റിന് ഇങ്ങനെ എന്തൊക്കെയോ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ പൊന്നോ. പിന്നെ അങ്ങോട്ട് പോകുന്നത് വരെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ആ പേടിയിലും വിറയിലും ഞാൻ ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാൻ ഞാൻ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. പുള്ളിക്കിത് മനസ്സിലായിന്ന് തോന്നുന്നു. എന്നിട്ട് പുള്ളി എന്താ ചെയ്തത്, പതുക്കെ കൈയെടുത്തിട്ട് എൻ്റെ അരിയിൽ അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ കൈ എൻ്റെ ഇതിലും കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യടി ഇങ്ങനെ ചെയ്യടി. എവിടെ പുള്ളിയുടെ തല എന്ന് വെച്ചാൽ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ചുണ്ട് മുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. എന്നിട്ട് ഇവിടെ കൈയും വെച്ചിട്ട് പുള്ളി എന്തൊക്കെയോ പിന്നെ അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി വെച്ചാൽ ഞാൻ അത്രയും കാലം എനിക്ക് കിട്ടാത്ത എന്തോ ഒരു സ്വർഗം കിട്ടിയെന്ന് പറയാലോ. ആ പേടി പുള്ളീനും പുള്ളീനെ നേരത്തെ വഴക്ക് പറഞ്ഞ് കരയിച്ചു. പക്ഷെ ഇപ്പം ഉണ്ടല്ലോ വേറെ രീതിയിൽ കരയിച്ചു. ശരിക്കും അന്നേരം എനിക്ക് കരയേണ്ടി വന്നത് നന്നായി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ലേറ്റായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനും പറ്റൂലായിരുന്നു. ഇപ്പം കിട്ടിയ ഈ ഒരു കരച്ചിൽ എനിക്ക് കിട്ടൂലായിരുന്നു. പിന്നീട് നമ്മൾ അങ്ങോട്ട് മൊത്തത്തിൽ അതായി. എന്തായാലും ഞാൻ മൊത്തത്തിൽ സ്റ്റോറി അങ്ങോട്ട് പറയാം. പിന്നെ യൂട്യൂബിൽ എന്താ പ്രശ്നം അറിയോ, യൂട്യൂബിൽ നമുക്ക് ഈ സ്റ്റോറി കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ല, എന്താ അടിച്ച് പോവും. സ്വാഭാവികമായിട്ട് ഞാൻ എന്തായാലും എൻ്റെ ടെലിഗ്രാം ID ഇവിടെ ഷെയർ ചെയ്യാവേ. അതിൽ കണക്റ്റഡ് ആണെങ്കിൽ ഞാൻ